സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വലിബ്രിയം ക്രൈറ്റീരിയൻ്റെ 3 കേസസ് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ചസ് ഇൻ ലോഡാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ലോഡ്. ഇപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ലോഡ് ഇൻക്രീസ് ചെയ്യാം. ഇൻ വ്യൂ ഓഫ് ട്രാൻസിയൻറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി നമുക്ക് 2 രീതിയിൽ ലോഡ് ഇൻക്രീസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് എക്സീഡ്സ് ദ സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ലോഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സോ അവിടെ അങ്ങനെ ഓസിലേഷൻസ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ 2 രീതിയിൽ ലോഡ് ചേഞ്ച് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് എക്സീഡ്സ് ദ സ്റ്റഡി സ്റ്റേറ്റ് ലിമിറ്റ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് സെക്കൻഡ് വൺ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ലോഡ് ഈസ് സോ ഹൈ ആസ് ടു സെറ്റപ്പ് ഓസിലേഷൻസ് വിച്ച് ക്രോസ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ സിംഗ്ലസ് മോട്ടറിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, the effect of increase in load in a synchronous motor connected to an infinite bus bar എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു സിംഗ്ലസ് മോട്ടർ കൺസിഡർ ചെയ്യാണ്, കണക്റ്റഡ് to an infinite bus bar and operating at synchronous speed with the mechanical output P0. ഒരു സിംഗ്ലസ് മോട്ടർ കൺസിഡർ ചെയ്തു, ഇൻഫിനിറ്റ് ബസ് ബാറിൽ കണക്ട് ചെയ്തേക്കാണ്. ദെൻ ആ സിംഗ്ലസ് മോട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യാണ് വിത്ത് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് P0. അപ്പോൾ ഇതാണ് ഫിഗർ, ഇത് പവറും ഇത് ലോഡ് ആംഗിളും. അപ്പോൾ ഇതാണ് എൻ്റെ മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട്. ഇനിഷ്യലി ഇത് സിംഗ്ലസ് സ്പീഡിൽ റൺ ചെയ്യുമ്പോൾ ഉള്ള മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് P0 ആണ്. ദെൻ ആ P0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ആംഗിളാണ് എന്ത്, Δ0. ദെൻ ഇത് മെക്കാനിക്കൽ പവർ ഇൻപുട്ടാണ്. ദെൻ എനിക്ക് മോട്ടർ ആയതുകൊണ്ട് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ടാണ്. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് റിവേഴ്സാണ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സിംഗ്ലസ് ജനറേറ്ററിൻ്റെ കേസിലാണ് ഇക്വലിബ്രിയം ക്രൈറ്റീരിയ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഇതാണ് എൻ്റെ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് P വിച്ച് ഇസ് ഈക്വൽ ടു P മാക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ഓക്കെ, P ഈസ് ഈക്വൽ ടു P മാക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ എന്ന് പറയുന്നതാണ് എൻ്റെ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട്. ആൻഡ് ഇത് മെക്കാനിക്കൽ പവർ ഇൻപുട്ട് P0. ആൻഡ് P0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ആംഗിൾ Δ0. ഞാൻ പറയാണ് ദ പവർ ആംഗിൾ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്. നമ്മൾ P ഈസ് ഈക്വൽ ടു VG/VM/X ഇൻറ്റു സൈൻ ഡെൽറ്റ. ദെൻ VG എന്ന് പറയുന്നത് വോൾട്ടേജ് ഓഫ് ദി ഇൻഫിനിറ്റ് ബസ് ബാർ, VM എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജ്, VM ഇസ് ദ വോൾട്ടേജ് ബിഹൈൻഡ് ദ ട്രാൻസിയൻറ്റ് റിയാക്റ്റൻസ് ഓഫ് സിംഗ്ലസ് മോട്ടർ, X എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ഓഫ് ദി സിസ്റ്റം, ട്രാൻസിയൻറ്റ് റിയാക്റ്റൻസ് ഓഫ് ദി സിസ്റ്റം, ആൻഡ് ഡെൽറ്റ ഇസ് ദ ലോഡ് ഓർ ടോർക്ക് ആംഗിൾ. Now under these conditions the mechanical power output P0 and electrical input PR equal, കാരണം ഇത് സ്റ്റേബിൾ ആണ്. എന്താണ്, P0യും PEയും ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഓക്കെ, ഇവിടെ P0യും PEയും ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് A. ആൻഡ് നൗ നോക്കിയേ, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് എന്താ, ലോഡ് ഓൺ ദി മോട്ടർ ഇൻക്രീസ് ടു PS. പെട്ടെന്ന് ഈ മോട്ടറിൽ ലോഡ് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നേരത്തെ P0 ആയിരുന്നു, ഇനിയിപ്പോൾ ലോഡ് എന്തായി, ഇൻക്രീസ് ചെയ്ത് PS ആയി. കണ്ടോ PS എന്ന് പറയുന്നത്. ഇനി മൊമെൻ്ററിലി പെട്ടെന്ന് എന്താണ്, ഡ്യൂ ടു ഇനേർഷ്യ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡെൽറ്റ. പക്ഷേ P0 PS ആയെങ്കിലും ഈ ഡെൽറ്റയുടെ വാല്യൂ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ചേഞ്ച് ചെയ്യത്തില്ല. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ P ലെസ് ദാൻ PS ആണ്. സോ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നെ നിൽക്കുവാണല്ലേ. സോ ഔട്ട്പുട്ട് എന്താണ്, P തന്നെയാണ്. സോ ഈ P എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാളും കുറവാണല്ലേ, PS-നേക്കാളും കുറവാണ് P എന്ന് പറയുന്നത്. Therefore the motor decelerates and supplying extra power required. So motor decelerate ചെയ്യും and extra power required ഇത് സപ്ലൈ ചെയ്യും. സോ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡെൽറ്റ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. സോ ഡെൽറ്റ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ഡെൽറ്റ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, P സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. P സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. സോ ഇവിടെ Pയും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. സോ ദസ് ഇലക്ട്രിക്കൽ ഇൻപുട്ട് കീപ്സ് ഓൺ ഇൻക്രീസിങ് till it becomes equal to output power. സോ ഇത് P ഇൻക്രീസ് ചെയ്ത് ഈ PS ഔട്ട്പുട്ട് പവറിന് ഈക്വൽ ആകുന്നിടം വരെ എന്ത് ചെയ്യും, ഇത് ഇൻക്രീസ് ചെയ്യും ആൻഡ് റീച്ചസ് പോയിൻറ്റ് B ഓൺ ദി ഡയഗ്രാം. അറ്റ് ദിസ് പോയിൻറ്റ് എന്താണ്, നമ്മുടെ ഡെൽറ്റയുടെ വാല്യൂ എന്താവും, ചേഞ്ചസ് ടു ഡെൽറ്റ S. ഓക്കെ, സോ അറ്റ് പോയിൻറ്റ് B PE is equal to PS. Therefore decelerating force is 0.
at point B, P equal to PS. Therefore, decelerating force is 0. But due to inertia of the rotor, the load angle goes on increasing. ഈ ലോഡ് ആംഗിൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഡെൽറ്റ എസിൽ വന്ന് നിൽക്കത്തില്ല. പി ഈക്വൽ ടു പി എസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് നിന്ന് പോകത്തില്ല. എന്ത് പറ്റും? ഇനേഷ്യ ഓഫ് ദി റോട്ടർ കാരണം ലോഡ് ആംഗിൾ goes on increasing.